ഇന്നാദ്യം ഒമാനിലെ പ്രവാസികളുടെ ഓണവിശേഷങ്ങളിലേക്ക്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ മാവേലി നാടിൻ്റെ ഓർമ്മ പുതുക്കി ഒമാനിലെ പ്രവാസികളും തിരുവോണം ആഘോഷപൂർവ്വം കൊണ്ടാടി. പൊതു അവധി ദിനത്തിൽ തിരുവോണം വന്നെത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് മലയാളി സമൂഹം ഓണത്തെ വരവേറ്റത്. ആദ്യമായി പൊതു അവധി ദിവസത്തിൽ ഓണം എത്തിയതിൻ്റെ ആഹ്ലാദം പ്രവാസികൾക്കിടയിൽ ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടി. ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ഓണവിഭവങ്ങൾ വാങ്ങുന്നതിനായി സൂപ്പർ മാർക്കറ്റുകളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഫ്ളാറ്റുകളിലും വില്ലകളിലും ആഘോഷത്തിന് മാറ്റ് കൂടുതലായിരുന്നു. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഓണം ആഘോഷിച്ചവർ ധാരാളം. ഗൾഫിൽ ഓണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. കാരണം നാട്ടിൽ സാധനങ്ങളെല്ലാം നമ്മളിവിടെ വാങ്ങി എല്ലാവരും ഓണം ഒരുങ്ങുന്നു. പക്ഷേ നാട്ടിലത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. അവിടെ വള്ളംകളിയുണ്ട്, അവിടെ വടംവലിയുണ്ട്, അങ്ങനെ പല കളികളും അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേ മിസ്സിങ് ഉണ്ടാകുന്നുണ്ട്. ഇവിടുത്തെ ഓണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് ഒരു വീടിനകത്തുള്ള ആഘോഷം മാത്രമേ ഉള്ളൂ. പുറത്തോട്ടൊന്നും പരിപാടികളൊന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടും ആഘോഷമാണല്ലോ, അതാണ് ഒരു പ്രത്യേകത. അല്ലിപ്പോൾ നാട്ടിലാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എല്ലാ കൊല്ലവും വള്ളംകളിയും പിന്നെ കുട്ടികളുടെ തിരുവാതിര കളി, പിന്നെ ഊഞ്ഞാലാട്ടം, അങ്ങനെയുള്ള പ്രോഗ്രാംസ്, ക്ലബ്ബുകളുടെ പ്രോഗ്രാംസും എല്ലാം ഉണ്ട്. ഇവിടെ അതൊന്നും നടക്കാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ പൊതുവേ ഇങ്ങനെ നമ്മൾ ഒരു കുടുംബത്തിനകത്തിരുന്ന് കൊണ്ടുള്ള ഫുഡ് ഉണ്ടാക്കുക, കുട്ടികളെല്ലാം കൂടെ ആഘോഷിച്ച് ഭക്ഷണം കഴിക്കുക, ഇത് തന്നെ ഇവിടുത്തെ ഓണം. നാട്ടിലെ ഓണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ. നാട്ടിൽ എന്ന് പറഞ്ഞാൽ അമ്മയുള്ളത് കൊണ്ട് നാട്ടിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ ഒരു 36 വർഷത്തിനുള്ളിൽ നമ്മളൊരു 4 വർഷം 5 വർഷം 5ാമത്തെ വർഷമാണ് ഇവിടെ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം അവിടെ വരും, അവിടെ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ ആക്കിയതാണ് ഓണം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആൻഡ് ഈദ് മുബാറക്. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓണം എപ്പോഴും നാട്ടിലെ ഓണം തന്നെയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സന്തോഷം. ഇവിടെയൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഈ ഫ്ലാറ്റിലിരുന്ന് സദ്യ ഉണ്ണുക, എല്ലാവരും ഇങ്ങനെ കാണുക, അത്രയേ ഉള്ളൂ. ഓണം എന്ന് പറഞ്ഞാൽ നാട്ടിലെ വള്ളംകളി, അത്തപ്പൂ മത്സരം, വീട്ടിൽ അത്തപ്പൂ ഇടുക, തിരുവോണത്തിന് എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടുക, അതൊക്കെ അല്ലേ സന്തോഷം എന്ന് പറയുന്നത്. നാട്ടിലെ ഓണമാണ് എപ്പോഴും നല്ലത്. ഇവിടുത്തെ ഓണമൊക്കെ ജസ്റ്റ് നമ്മൾ പ്രവാസികൾക്കൊക്കെ എന്ത് ഓണം എന്ന് പറയുന്നത് പോലെ ഇവിടെ ജസ്റ്റ് ക്യാമ്പുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ അല്ലേ ഉള്ളൂ ഓണം എന്ന് പറയുന്നത്. ഓണം എന്ന് പറയുമ്പോൾ കൂടുതൽ ആകാംക്ഷ വരുന്നത് നാട്ടിലെ ഓണത്തിനാണ്. ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട്. നേരത്തെ ഓണം ഉപ്പേരി വറക്കൽ, പൂ പറിക്കാൻ പോകൽ, പുലികളി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡ്യൂട്ടിക്ക് പോവുക, ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, എവിടെയെങ്കിലും കടകളിൽ കിട്ടുന്ന ഓണക്കിറ്റ് വാങ്ങിക്കുക, അത് കഴിക്കുക, കിടന്നുറങ്ങുക, പിറ്റേന്ന് രാവിലെ വീണ്ടും ഡ്യൂട്ടിയാണ്. ചിലർ ഫാമുകൾ വാടകയ്ക്കെടുത്ത് ഓണാഘോഷം അവിസ്മരണീയമാക്കി. ഇത് ഞങ്ങളുടെ ഡാൻസ് സ്കൂളായ RDAയുടെ 2016 ഓണാഘോഷ പരിപാടിയിലാണ്. ഞങ്ങൾക്ക് ഈ വർഷത്തെ ഈദിൻ്റെ അവധി കിട്ടി, ഒരു 6-7 ദിവസം അടുപ്പിച്ച് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊരു നല്ലൊരു കൂട്ടായ്മയോടുകൂടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും അവധി ഒരുപോലെ കിട്ടുന്നത് കൊണ്ട് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റി. അതിൻ്റെ പ്രാക്ടീസിങ് ആയാലും ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷൻ ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. എല്ലാ വർഷവും ഞങ്ങൾ വീട്ടിലാണ് ഓണം ആഘോഷിക്കാറുള്ളത്, എൻ്റെ ഫാമിലി മക്കളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റുഡൻസിൻ്റെ പാരൻസും എല്ലാവരായിട്ട് ഒരുമിച്ച് വിപുലീകരിച്ച് ഓണാഘോഷം തീരുമാനിച്ചു. ഈ വർഷത്തിൽ ഏകദേശം 50ഓളം ഫാമിലീസ് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ ഓണത്തിന് സെലിബ്രേഷനിൽ. ഈ ചൂടത്തും ഈ ഒരു അവധി കിട്ടിയ സമയങ്ങളിൽ എല്ലാവരും അത് നല്ലോണം വിനിയോഗരിച്ച് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഹോട്ടലുകളിൽ ഓണസദ്യയ്ക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അമ്പലപ്പുഴ പാൽപ്പായസവും അടപ്രഥമനുമടക്കം 24 ഇനങ്ങൾ ഒരുക്കി
ഓണസദ്യ കെങ്കേമമാക്കിയ ഹോട്ടലുകളുമുണ്ട്. ക്യൂൻസ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണാഘോഷം മാനേജ്മെൻറ്റും ജീവനക്കാരും ഒരുമിച്ചാണ് ആഘോഷിച്ചത്. എല്ലാ മലയാളികൾക്കും എൻ്റെയും ബദൽസമ ഹോസ്പിറ്റലിൻ്റെയും മാർസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെയും പേരിൽ ഓണാശംസകൾ നേരുന്നു. ഞാൻ മസ്കത്തിൽ വന്നത് മുതൽ ഇന്ന് വരെ 38 വർഷമായിട്ട് എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഓണം ആഘോഷിച്ചത്. എൻ്റെ എല്ലാ സ്റ്റാഫിൻ്റെയും കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് ഓണം ആഘോഷിക്കാറ്. നാട്ടിലെ ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്തുള്ള ഓണമായിരുന്നു. അത് വളരെ മധുരകരമായിരുന്നു. പൂ പറിക്കാൻ പോയിട്ടും പൂവിടലും അങ്ങനെയുള്ളൊരു നല്ല കാലമായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ കാലമായിട്ട് ഗൾഫിൽ ഒമാനികളും അതുപോലെ നമ്മുടെ ഇന്ത്യക്കാരും എല്ലാം കൂടിയുള്ള ഒരു വളരെ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ഓണാഘോഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് തിരുവോണം ഇന്ന് എല്ലാവരും ഒന്നിച്ച് ഇവിടെ നിന്നാണ് ആഘോഷിക്കുന്നത്. ചെറുപ്പത്തിൽ നല്ല ഓണാഘോഷം തന്നെയാണ്. എല്ലാ പൂപ്പറിക്കലും എല്ലാം നല്ല രീതിയിൽ തന്നെ. I would like to wish each and everyone here in the Gulf, in Oman and all across Kerala and India a very, very happy Onam. I have never celebrated an Onam in Kerala. All my Onams, all my life have been here in Oman, and this is one time of the year we are looking forward to every year. I just wanted to wish each and every one of you a happy and an excellent Onam. Thank you. My pleasure to be here today. I am feeling so excited that I am a part of Onam festival today. Thank you so much. Thank you to the all auntie, uncle and everybody for inviting me for this. Yeah, you see, this is such a wonderful ambience and atmosphere, the charged atmosphere of Onam. I wish everybody a very happy Onam. We are from Lucknow, UP, and we are so happy to be here on this auspicious occasion. And we wish all the best to everybody here, and so thankful to Vinod ji and the family that because of them we are here. Thank you so much. നാട്ടിലെ ഓണം ഒരുപാട് കാലമായി നാട്ടിൽ പോയിട്ട് ഓണം കൂടിയിട്ട് നാട്ടിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നാട്ടിനെക്കാട്ടും കൂടുതൽ ആഘോഷങ്ങൾ ഗൾഫിലാണ്. ഇവിടുത്തെ ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു 3 മാസത്തോളം എല്ലാ സംഘടനകളുടെയും ഫാമിലീസിൻ്റെയും എല്ലാ ഓണാഘോഷം ഇങ്ങനെ നടന്നു പോകുന്നു. നാട്ടിനെക്കാട്ടും കൂടുതൽ ആഘോഷങ്ങൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണ്. കുറേ വർഷം കൊണ്ട് ഗൾഫിലായിരുന്നുകൊണ്ട് നാട്ടിലെ ഓണം ഇവിടുത്തെ ഓണമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ആഘോഷിക്കാറുള്ളത്. പ്രവാസികളുടെ ഓർമ്മയിലെ ഒരു ഓണം. നമസ്കാരം, എൻ്റെ പേര് ഗോപാലൻകുട്ടി കാർണവർ. മലയാളം വിങ്ങിൻ്റെ ഇപ്പോഴത്തെ കൺവീനറാണ്. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിലെത്തുന്നത് കുഞ്ഞുനാളിൽ രാവിലെ കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വാഴയിലയിൽ എല്ലാ വിഭവങ്ങളും ഒരുക്കി ഒരു സദ്യ ഉണ്ണുന്നതും, അത് കഴിഞ്ഞതിന് ശേഷം പുത്തൻ കോടികളൊക്കെ ഇട്ട് നല്ല ഉടുപ്പും മുണ്ടുമൊക്കെ ഉടുത്ത്, അന്ന് മുണ്ടല്ല നിക്കറാണ്, നിക്കറുമൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോ കളികളിലും മറ്റും ഏർപ്പെടുക, അതുപോലെ കടൽ കാണാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം കൂടുതലും ദിവസങ്ങൾ എടുത്തും പല സംഘടനകളുടെ പേരിലും ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് പ്രവാസികൾ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും നമ്മളെക്കാളൊക്കെ കൂടുതൽ ആഘോഷിക്കുന്നത് ലേബർ ക്യാമ്പുകളിൽ ഉള്ള മലയാളികളാണ്. ഏറ്റവും കൂടുതലായിട്ട് പഴയ ഏറ്റവും നാൾ മലയാളത്തിലെ കിളിത്തട്ട് കളി തൊട്ട് വടംവലി തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ആഘോഷിച്ചുകൊണ്ട് പ്രവാസികളാണ് ഏറ്റവും നല്ല ഓണം ആഘോഷിക്കുന്നത്. നാട്ടിലാണ് ഓണാഘോഷം നല്ലത്, പക്ഷേ ഇവിടെയാണ് എല്ലാവരും ഇങ്ങനെ കൂടുന്നതും എല്ലാവരുമായിട്ടുള്ള, മറ്റേന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരുമായിട്ടുള്ള കൂട്ടായ്മയാണ്. ഇവിടെ വരുമ്പോഴാണ് കൂട്ടുകാർ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലി എല്ലാ ഒരു
കുറച്ചും കൂടി ഒരു വലിയ രീതിയിലുള്ള ആഘോഷം ഇവിടെയാണുള്ളത്. പിന്നെ നാട്ടിൽ നമ്മുടേതായ ഈ പൂക്കളിടുക മറ്റു കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിൻ്റേതായ കുറച്ച് കാര്യങ്ങളും സുഖമൊക്കെ ഉണ്ട്. ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ നാട്ടിൽ ആഘോഷിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, ഓണക്കളികൾ, ക്ലബിൻ്റെ കളികളുണ്ട്, എല്ലാം നമ്മൾ തീർച്ചയായും ഇവിടെ നിന്ന് മിസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇവിടെ മിസ്സാവുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളെ തന്നെയാണ്. കാരണം ഇത്തവണ അമ്മയില്ല, മോള് ഇവിടെയില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്.